കർത്താവിന്റെ വലിയ നാമത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. ഇന്നത്തെ ജീവനും ജീവിതവും ഈ പഠന പരമ്പരയ്ക്ക് കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം നന്ദിയോടെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ കീഴിലിരിപ്പാൻ, ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ബഹുമാനിതനായ നമുക്ക് പ്രിയങ്കരനായ ജോസഫ് ബെനച്ച് സഹോദരനാണ് ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത്. ജീവനും ജീവിതവും പഠന പരമ്പരയുടെ 138 സെഷൻ, ഈ 138 ക്ലാസ്സുകൾ ദൈവം ഈ നിലയിൽ ക്രമീകരിപ്പാൻ തക്കോണം ദൈവം പ്രിയപ്പെട്ടവരെ സഹായിച്ചു. വളരെ അനുഗ്രഹകരമായിരിക്കുന്ന ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പങ്കെടുക്കുന്നവർക്കും ഇതിലെ ചർച്ചകൾ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ചർച്ചകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ പല ഈ വിഷയങ്ങളെ കുറിച്ചുള്ള ഗ്രാഹ്യമായിരിക്കുന്ന ഒരു പഠനം കർത്താവ് നമുക്ക് സാധ്യമാക്കി തരികയാണ്. ആ നിലയിൽ ഇന്നത്തെ ക്ലാസ്സും ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വ്യക്തിബന്ധം, സഭാബന്ധം, ദൈവബന്ധം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, ആളുകൾ തമ്മിലുള്ള ബന്ധം ശരിയല്ല, വ്യക്തികൾ തമ്മിലുള്ള, ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധം ശരിയല്ലെങ്കിലും ഞാനും ദൈവവും തമ്മിൽ നല്ല ബന്ധത്തിലാണ് എന്ന് പറയുന്നതായിരിക്കുന്ന പല വ്യക്തികളെയും, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു ജീവിതം സാധ്യമാണോ? വ്യക്തികളുമായിട്ട് അകലം പാലിച്ചുകൊണ്ട്, ഹൃദയങ്ങൾ തമ്മിൽ ബന്ധമില്ലാതെ, ഹൃദയ ബന്ധമില്ലാതെ ദൈവവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് സാധ്യമാണോ? ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നുണ്ട്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്ത നിനക്ക് എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് കഴിയും? ഒരുപക്ഷെ വ്യക്തികളുടെ ഹൃദയങ്ങളെ തമ്മിൽ അകറ്റുന്നതിന് മറ്റ് പല കാരണങ്ങളായിരിക്കാം. അസൂയായിരിക്കാം, പകയായിരിക്കാം, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളുടെ പുറത്തുള്ള ചില ആശയക്കുഴപ്പങ്ങളായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും അങ്ങനെയുള്ള അകന്ന ഹൃദയവുമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുമിച്ച് നിൽക്കുവാനായിട്ട് സാധിക്കുമോ എന്നാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. പ്രിയ ദൈവദാസനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ധാരാളമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവനും ജീവിതവും എന്ന പഠന പരമ്പരയിൽ ഇന്ന് നാം ചർച്ചയ്ക്കായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ബന്ധങ്ങളെ പറ്റി, അല്ലെങ്കിൽ ബന്ധങ്ങൾ എന്ന വിഷയത്തെ കുറിച്ചാണ്. വ്യക്തിപരമായ ബന്ധം, സഭാബന്ധം, ദൈവബന്ധം, ഇങ്ങനെയുള്ള ബന്ധങ്ങളെ പറ്റിയാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ദൈവബന്ധമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടത് ദൈവത്തോടുള്ള അവൻ്റെ വ്യക്തിപരമായിരിക്കുന്ന ബന്ധമാണ്. എന്നാൽ ആ ബന്ധം പ്രത്യക്ഷത്തിൽ മറ്റുള്ളവർ കാണുന്നത് വ്യക്തികൾ തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധത്തിലൂടെയാണ്, അഥവാ സഭാബന്ധത്തിലൂടെയാണ് എന്ന് നമുക്ക് പറയാം. ഒരു വ്യക്തിക്ക് ദൈവത്തോട് ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തിബന്ധങ്ങളിലൂടെ മാത്രമേ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വ്യക്തിബന്ധങ്ങൾക്ക് ആ നിലയിൽ വലിയ ഒരു പ്രാധാന്യമുണ്ട്. വ്യക്തിബന്ധം ശരിയായാൽ സഭാബന്ധം ശരിയാവും, ദൈവബന്ധവും ശരിയാവും. ദൈവബന്ധത്തിൽ നിന്നാണ് ഇതൊക്കെ ആരംഭിക്കുന്നതെങ്കിലും വ്യക്തികൾ തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം ഈ ബന്ധങ്ങളെയൊക്കെ ശരിയായ നിലയിൽ വെളിപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വ്യക്തിബന്ധം ശരിയാകാതെ ഉള്ള സഭാബന്ധം, സഭാഭക്തി, ദൈവബന്ധം, ദൈവഭക്തി, അതൊന്നും ശരിയായിരിക്കുന്ന ബന്ധങ്ങളായിരിക്കില്ല എന്ന് നമുക്കറിയാം. വ്യക്തികൾ തമ്മിൽ അന്യോന്യം പിണങ്ങിയും കലഹിച്ചും അന്യോന്യം പകയും വിദ്വേഷവും ഒക്കെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്തതിനു ശേഷം നാം വലിയ ആത്മീയരായ മനുഷ്യരാണ് എന്ന കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ പ്രദർശിപ്പിക്കാനായിട്ട് ശ്രമിച്ചാൽ അതൊരിക്കലും ഒരു ശരിയായിരിക്കുന്ന ആത്മീക ജീവിതമാണ് എന്ന് പറയാൻ കഴിയുകയില്ല. അത് യഥാർത്ഥത്തിൽ കാപട്യമാണ് എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കൂ. സഹവിശ്വാസികളുമായി നല്ല ബന്ധം ഇല്ലാത്ത ഒരു ആത്മീക ശുശ്രൂഷയും ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്ന ഒന്നല്ല.
ദൈവം അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ആത്മീക ശുശ്രൂഷകളെയും സ്വീകരിക്കുന്നില്ല. ഇന്ന് സഭയിലുള്ളതായിരിക്കുന്ന പല പ്രശ്നങ്ങളും, സഭകൾ തമ്മിലുള്ളതായിരിക്കുന്ന പല പ്രശ്നങ്ങളും അതിൻ്റെ ശരിയായ നിലയിൽ അത് ആഴത്തിൽ നമ്മൾ ചിന്തിക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി വ്യക്തികളോടുള്ള ബന്ധത്തിൽ വന്ന വീഴ്ചകളാണ് പ്രശ്നങ്ങളുടെ ഒക്കെ അടിസ്ഥാന കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റുള്ള വ്യക്തികളോടുള്ള അനിഷ്ടവും, മറ്റുള്ള വ്യക്തികളോടുള്ള വിരോധവും, മറ്റുള്ള വ്യക്തികളോടുള്ള പിണക്കവുമാണ് പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനമെന്ന് പ്രശ്നങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുകയും പഠിക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിശ്വാസികളുടെ ജീവിതത്തിൽ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നതായിരിക്കുന്ന പല വ്യക്തി പ്രശ്നങ്ങളും സഭയിലെ ഭിന്നതയ്ക്ക് കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് ഈ ദൈവബന്ധവും സഭാബന്ധവും ഒക്കെ ശരിയാകണമെങ്കിൽ വിശ്വാസികൾ തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം ശരിയാകണം. അതിന് പരിഹാരം വരാതെ ഒരു പ്രശ്നവും യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ മധ്യത്തിലുള്ളത് പരിഹരിക്കപ്പെടാനായിട്ട് പോകുന്നില്ല. വ്യക്തികൾ തമ്മിലുള്ളതായിരിക്കുന്ന ഭിന്നതയുടെ ചരിത്രമാണ് ഒരർത്ഥത്തിൽ മനുഷ്യന്റെ ചരിത്രം എന്ന് പറയാൻ നമുക്ക് കഴിയും. മനുഷ്യന്റെ ചരിത്രം നോക്കിയാൽ ഭിന്നതയുടെ ഒരു ചരിത്രമാണ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയുള്ളതല്ല. ആദാമും ഹവ്വയും പാപം ചെയ്ത നിമിഷം തന്നെ അവർ തമ്മിലുള്ളതായിരിക്കുന്ന അന്യോന്യ ബന്ധത്തിന് വളരെയധികം വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. തിന്നരുത് എന്ന് പറഞ്ഞതായ വൃക്ഷഫലം നീ തിന്നുവോ എന്ന് ദൈവം ആദാമിനോട് ചോദിക്കുമ്പോൾ ആദാം തൻ്റെ വീഴ്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. അതിന് പകരം നീ എനിക്ക് തന്നതായ സ്ത്രീ പഴം തന്നു, ഞാൻ തിന്നു എന്നാണ് താൻ പറയുന്നത്. ദൈവം കൊടുത്തതായിരിക്കുന്ന സ്ത്രീയെ താൻ കുറ്റപ്പെടുത്തുകയാണ്. എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ എനിക്ക് പഴം തന്നു, ഞാനത് തിന്നു. തൻ്റെതായിരിക്കുന്ന ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നില്ല. തൻ്റെ വീഴ്ചയുടെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കാതെ മറ്റൊരു വ്യക്തിയെ പഴിചാരി, അല്ലെങ്കിൽ തൻ്റെ ഭാര്യയെ പഴിചാരി താൻ സ്വയം നീതീകരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. സ്ത്രീയും പുരുഷനും അവർക്ക് വന്ന തെറ്റിനെ മനസ്സിലാക്കി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ അത് സമ്മതിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ മേൽ ആ കുറ്റം ആരോപിച്ച് സ്വയം നീതീകരിക്കാൻ ശ്രമിക്കുന്നതാണ് ആദാമിന്റെയും ഹവ്വയുടെയും വീഴ്ചയിൽ തന്നെ നമ്മൾ കാണുന്നത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെയും പഴിചാരാതെയും സ്വന്തം ഉത്തരവാദിത്വങ്ങളിൽ വീഴ്ച വന്നത് ഏറ്റെടുക്കാതിരിക്കുന്നതാണ് ഒരർത്ഥത്തില് ഇന്ന് സമൂഹത്തിലുള്ളതായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു അടിസ്ഥാന കാരണം എന്ന് പറയാതിരിക്കാനായിട്ട് കഴിയില്ല. ആദാമിന്റെയും ഹവ്വയുടെയും വീഴ്ചയുടെ കാലം തുടങ്ങി അന്യോന്യം കുറ്റപ്പെടുത്തുകയും അന്യോന്യം വിമർശിക്കുകയും അന്യോന്യം പഴിചാരുകയും ചെയ്തുകൊണ്ട് ഏത് നിമിഷവും ഭിന്നത ഉണ്ടാകുന്ന ഒരു സ്ഥിതി വിശേഷത്തിലാണ് ഇന്ന് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാനവ ചരിത്രം നമ്മൾ നോക്കിയാൽ അന്തമില്ലാത്ത ഭിന്നതകളുടെയും യുദ്ധങ്ങളുടെയും ഒരു ചരിത്രമായിട്ട് തീർന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ഒരു ചരിത്രമാണ് ലോകത്തിന്റെ ചരിത്രം. വളരെ ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മാനവ ചരിത്രത്തില് ഉടനീളം ദൈവത്തിന്റെ ജനം എന്ന് വിളിക്കപ്പെട്ടവരുടെ മധ്യത്തിൽ പോലും പോരാട്ടങ്ങളും അതുപോലെ തന്നെ ഭിന്നതകളും അതുപോലെ തന്നെ പരസ്പരമുള്ള വിഭാഗീയതകളും ഒക്കെ നടന്നതിൻ്റെ അല്ലെങ്കിൽ നടക്കുന്നതിൻ്റെ ഒരു വിരൂപ യാഥാർത്ഥ്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആദാമിനെയും ഹവ്വയെയും ഏദനിൽ നിന്ന് പുറത്താക്കിയ ശേഷം ആദ്യമായി കാണുന്നത് കായേൻ ആബേലിനെ കൊല്ലുന്ന സംഭവമാണ്. സ്വന്തം സഹോദരനെ കൊല്ലാനുള്ളതായിരിക്കുന്ന കാരണം എന്താണ്?
ആ വേദഭാഗം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അസൂയയും നിയന്ത്രണമില്ലാത്ത കോപവും തെറ്റുതിരുത്താനുള്ള മനസ്സില്ലായ്മയും ഒക്കെയാണ് കയീൻ ഹാബേലിനെ കൊല്ലുന്നതിന് കാരണമായി തീർന്നത്. എബ്രായ ലേഖനകാരൻ പറയുന്ന പോലെ തന്റെ പ്രവൃത്തി ദോഷമുള്ളതും സഹോദരൻ്റേത് നല്ലതുമായത് കൊണ്ടുള്ള അസൂയയാണ് ആ പ്രവർത്തനത്തിന്റെ പുറകിൽ വ്യാപരിച്ച അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ തുടക്കം എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിൽ നിന്നാണ് കോപവും പകയും മത്സരവും മൂലം കൊലപാതകം വരെ എത്തിച്ചേരാൻ കാരണമായി തീർന്നത്. ആബേൽ ചെയ്തതായിരിക്കുന്ന ആ നല്ല പ്രവൃത്തിയെ ശരിയായ നിലയിൽ ഉൾക്കൊള്ളാനായിട്ട് കയ്യിന് കഴിഞ്ഞില്ല. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ബൈബിളിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഏശാവ് യാക്കോബ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തിയിരുന്നത് എന്ന് തിരുവെഴുത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സഹോദരന്റെ മേൽ അധികാരവും ആധിപത്യവും വേണം എന്ന താല്പര്യത്തിലാണ് ഇന്നും ലോകത്തിൽ പല യുദ്ധങ്ങളും ഭിന്നതകളും ഒക്കെ അരങ്ങേറുന്നത്. പഴയ നിയമത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അപ്പന്റെ ഇഷ്ടപുത്രനായ ജോസഫിനെ 10 സഹോദരന്മാർ വെറുത്തതും അതുപോലെ അടിമയായി വിറ്റതും ജോസഫ് കൊല്ലപ്പെട്ടു പോയി എന്ന നിലയിൽ അപ്പനെ വഞ്ചിക്കുകയും ചെയ്തത് അസൂയയും സ്വാർത്ഥതയും നിമിത്തമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിച്ചാൽ മരുഭൂമിയിൽ ദീർഘവർഷങ്ങൾ ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തെ വളരെ ധാർഷ്ട്യത്തോടുകൂടെ എതിർക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രമാണ്. ഒരവസരത്തിൽ അവരുടെ നിരന്തരമായ പിറുപിറുപ്പ് മൂലം മരിച്ചാൽ കൊള്ളാം എന്ന് പോലും ചിന്തിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ചു പോയ ഒരു മനുഷ്യനാണ് മോശെ. മറ്റൊരവസരത്തിൽ തന്റെ നിയന്ത്രണം വിട്ട് കനാൻ പോലും തനിക്ക് നഷ്ടമാകത്തക്ക നിലയിൽ ഇസ്രായേൽ മക്കൾ മോശയ്ക്കെതിരെ വളരെ ആക്ഷേപങ്ങൾ ചൊരിയുകയും പെറുപെറുക്കുകയും ചെയ്തു. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ ദൈവജനത്തിന്റെ സ്വാർത്ഥതയും മത്സരവും അസൂയയും അഹങ്കാരവും ഒക്കെ ആയിരുന്നു എന്ന് അവരുടെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്രായേലിന്റെ ആദ്യ രാജാവായിരുന്ന ശൗല് അസൂയയും അഹന്തയും നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു എന്ന് ശൗലിന്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ദാവീദിന്റെ വിജയത്തില് വളരെയധികം അസൂയ പൂണ്ട് അവനെ നശിപ്പിക്കാനായിട്ട് മരണം വരെ ദാവീദിന്റെ പിന്നാലെ പിന്തുടർന്ന ഒരു മനുഷ്യനാണ് ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ. മാത്രമല്ല സാമൂഹ്യമായിരിക്കുന്ന എല്ലാ തിന്മകളിലും ചെന്ന് ചാടിയ ഒരു മനുഷ്യനാണ്. യഥാർത്ഥത്തില് പ്രഗത്ഭനായിരിക്കുന്ന ഒരു ജൂനിയർ നേതാവ് തന്നോടൊപ്പം ഉണ്ടല്ലോ എന്ന് കരുതി സന്തോഷിക്കുന്നതിന് പകരം അവനെ ഒടുക്കിക്കളയാനാണ് തന്റെ മരണം വരെയും ശൗല് ശ്രമിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദാവീദിന്റെ ഭരണകാലം നോക്കിയാൽ അറിയാം. ദാവീദിന്റെ മകനായിരിക്കുന്ന അബ്ശാലോ രാജാവിനെ നിരസിച്ചു കളയാനായിട്ട് സകല ജനത്തെയും വശീകരിച്ചൊരു മനുഷ്യനാണ്. മാത്രമല്ല ദൈവജനത്തെ തന്റെ പക്ഷം ചേർത്ത ഒരു മനുഷ്യനാണ്. ദൈവഭക്തനായിരിക്കുന്ന ദാവീദിനെ വധിച്ചിട്ട് ദൈവം ദാവീദിന് നൽകിയതായിരിക്കുന്ന സിംഹാസനം പിടിച്ചെടുക്കാനായിട്ട് അബ്ശാലോം ശ്രമിച്ച ചരിത്രം നമുക്ക് പഴയ നിയമത്തിൽ വായിക്കാൻ കഴിയും. അധികാരത്തിന് വേണ്ടിയുള്ള ദുർമോഹവും ദുരാഗ്രഹവും അവനെ വഞ്ചനയിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ചു എന്ന് അതിൻ്റെ അബ്ശാലോമിന്റെ മനോഭാവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ പ്രേരിപ്പിച്ച കാര്യം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശലോമോനെ കുറിച്ച് പറയുമ്പോൾ ശലോമോന്റെ വിഗ്രഹാരാധനയും ദുർനടപ്പും ഇസ്രായേലിന്റെ ഐക്യത്തെ തന്നെ തകർത്ത് കളഞ്ഞു. പരസ്പരം യുദ്ധം ചെയ്യുന്ന 2 രാഷ്ട്രങ്ങളായി ഇസ്രായേൽ ഐക്യരാഷ്ട്രത്തെ വിഭജിച്ചു കളയുവാൻ ശലോമോന്റെ തെറ്റായിരിക്കുന്ന തീരുമാനങ്ങൾ കാരണമായി. അപ്പൊ ഇത് ഒക്കെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. മാത്രമല്ല ഇസ്രായേലിലെ മതനേതാക്കന്മാർ പ്രവാചകന്മാർക്കെതിരെയും മശീഹയ്ക്കെതിരെയും വലിയ പോരാട്ടമാണ് നടത്തിയത് എന്ന് നമുക്കറിയാം. അവരുടെ കപടഭക്തിയെയും സ്വയനീതിയെയും ഒക്കെ തുറന്ന് കാട്ടിയതിലൂടെ അവർക്കെതിരെ അസൂയയും അധികാര ധാർഷ്ട്യവും നിറഞ്ഞവരായി അവരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
യേശുവിന്റെ ഐഹിക ജീവിതകാലത്ത് ശിഷ്യന്മാരുടെ മധ്യത്തിലുള്ളതായിരിക്കുന്ന സ്വാർത്ഥ താല്പര്യങ്ങളെ കർത്താവായ യേശു ക്രിസ്തു പലപ്പോഴും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ ചൊല്ലി അവരുടെ ഇടയിൽ വലിയ തർക്കവും ഭിന്നതയൊക്കെ ഉണ്ടായതായി നമ്മൾ വായിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് ശേഷവും ദൈവജനത്തിന്റെ മധ്യേ നിന്ന് പോരാട്ടവും ഭിന്നതയും പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ആദിമ സഭയിലും കഴിഞ്ഞ 2000 വർഷത്തിലെ സഭാചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നും അതിന് യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങളും ഒരർത്ഥത്തിൽ വന്നിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞത്, മനുഷ്യന്റെ ചരിത്രം, ദൈവജനത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ എല്ലാ കാലത്തും വിഭാഗീയതകളും ഭിന്നതകളും മനുഷ്യരുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. അതാർക്കും നിഷേധിക്കാനായിട്ട് സാധിക്കുന്നതല്ല. എന്നാൽ എന്താണ് ഇതിന് കാരണം എന്നുള്ളത് നാം പരിശോധിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം നമ്മൾ അന്വേഷിച്ച് ചെന്ന് കണ്ടെത്താൻ ശ്രമിച്ചാൽ വ്യക്തികൾ തമ്മിലുള്ളതായ അനിഷ്ടത്തിൽ നിന്നാണ് അനേക പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം. അനിഷ്ടം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ശത്രുതാപരമായ ഒരു വികാരം എന്ന നിലയിലാണ് ആ വാക്കിന്റെ ആശയം ഇരിക്കുന്നത്. അതിന്റെ പ്രാഥമിക അർത്ഥം അതാണ്. വ്യക്തികളോടുള്ള അനിഷ്ടം, വ്യക്തികളോടുള്ള വിരോധം, വ്യക്തികളോടുള്ള പിണക്കം, അതിൽ നിന്നൊക്കെയാണ് പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാതെ പലപ്പോഴും ദൈവജനത്തിന്റെ മധ്യത്തിലും നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് വ്യക്തികൾ തമ്മിൽ അനിഷ്ടമുണ്ടാകുന്നതിന് കാരണം? അത് ഇതിനോട് അനുബന്ധിച്ച് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പരസ്പരം വിയോജിക്കുന്നതും അതുപോലെ തന്നെ സ്വന്തം വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ആവേശപൂർവ്വം മുറുകെ പിടിക്കുന്നതും അതിനുവേണ്ടി വാദപ്രതിവാദം അല്ലെങ്കിൽ പ്രതിവാദം പറയുന്നതും ഒന്നുമല്ല തെറ്റാകുന്നത്. ആ വിധം പഠിക്കുന്നതും ചർച്ച ചെയ്യുന്നതും നമ്മുടെ ചിന്തകളെ ക്രമീകരിക്കുന്നതിനും ആത്മീകമായിരിക്കുന്ന അഭിവൃദ്ധി പ്രാപിക്കുന്നതിനും നമ്മെയും മറ്റുള്ളവരെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. വിയോജിപ്പുകളും ഭിന്നാഭിപ്രായങ്ങളും വ്യക്തികളിലും സഭകളിലും ആവശ്യമായിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തുന്നതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാ കാലത്തും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ സ്വഭാവ ദൗർബല്യങ്ങൾ കണ്ടുപിടിക്കാൻ, തെറ്റായിരിക്കുന്ന ദൈവശാസ്ത്ര ആശയങ്ങളെ തിരുത്താൻ, നമ്മുടെ വിശ്വാസങ്ങളെ തീക്ഷ്ണതയുള്ളതാക്കാൻ, നമ്മുടെ സഭാ പരിപാടികളെ പരിഷ്കരിക്കാൻ, അറിവിലും നമ്മുടെ ജീവിതാനുഭവങ്ങളിലും വളരാൻ, അതുപോലെ നമ്മുടെ വൈഷമ്യഘട്ടങ്ങളില് ദൈവത്തിൽ ആശ്രയിക്കാൻ, പ്രാർത്ഥനാ ജീവിതം കൂടുതൽ ആഴമുള്ളതായി തീരാൻ, നമ്മുടെ ഇടയിലുള്ളതായിരിക്കുന്ന വിയോജിപ്പുകൾ, ഭിന്നതകൾ ഒരുപക്ഷെ നമ്മെ പല നിലയിലും സഹായിക്കുന്നതാണ്. അതിനൊരു സംശയവുമില്ല. എന്നാൽ വിയോജിപ്പുകളുടെ മധ്യേ വിശ്വാസികൾ തികച്ചും അനാത്മികരായിട്ടും വചനവിരുദ്ധമായിട്ടും പെരുമാറുന്നതാണ് തെറ്റായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഈ വിധത്തിലുള്ളതായിരിക്കുന്ന പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളുമാണ് വളരെ വേദനാജനകമായിരിക്കുന്ന പിളർപ്പുകളിലേക്കും ഭിന്നതയിലേക്കും ഒക്കെ ആളുകളെ നയിക്കുന്നത്. അതിന്റെ ഫലമായി അനേക സഭകൾ തന്നെ ഇല്ലാതായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അനേക കുടുംബങ്ങൾ തന്നെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. കാരണം വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങൾ പറയുന്നതല്ല, അല്ലെങ്കിൽ ഒരഭിപ്രായത്തോട് വിയോജിപ്പ് പറയുന്നതല്ല, ആ വിയോജിപ്പ് പ്രകടമാക്കുന്ന വിധങ്ങളിലാണ് പ്രശ്നങ്ങൾ ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അനേക സഭാ ഹാളുകളും പള്ളികളും ഒക്കെ അടഞ്ഞു കിടക്കുന്നുണ്ട് ഇപ്പോഴും. അന്യോന്യം അടിപിടി കൂടി ആളുകളെ ഒക്കെ നഷ്ടപ്പെട്ട് സഭകൾ തന്നെ നശിച്ചു പോയതായിരിക്കുന്ന അനേക
സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഈ അടുത്തിടെ ഒരു സ്ഥലത്തൂടെ പോയപ്പോൾ അവിടെ ഒരു 3-4 പള്ളികൾ അടഞ്ഞു കിടക്കുകയാണ്. അതിന് കാരണം അന്വേഷിച്ചപ്പോൾ വിശ്വാസികൾ തമ്മിൽ ഉണ്ടായതായിരിക്കുന്ന കലഹമാണ് അതിന് കാരണം. ചില പള്ളികളൊക്കെ അരി പൊടിക്കുന്ന മില്ലുകളായിട്ട് മാറി, ചിലത് കച്ചവടപ്പീടികളായിട്ട് മാറി, ഗോഡൌണുകളായിട്ട് മാറി. ആളുകളില്ല. വിശ്വാസികൾ തമ്മിലുള്ളതായിരിക്കുന്ന കലഹം മുഖാന്തരം ആ സമൂഹത്തില് അവിടെ ഉണ്ടായിരുന്നതായ സഭകൾ തന്നെ ഇല്ലാതായ ചരിത്രം നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പഴയ നിയമകാലങ്ങളിൽ ഇസ്രായേൽ മക്കൾ അവരുടെ മധ്യത്തിൽ ഉണ്ടായതായിരിക്കുന്ന പാപകരമായിരിക്കുന്ന പ്രവൃത്തികൾ മൂലം, ഭിന്നതകൾ മൂലം ദൈവം തന്നെ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞ കാര്യം നമുക്ക് വായിക്കാൻ കഴിയും. ഈ ആലയത്തിന്റെ വാതിൽ അടച്ചു കളഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കയില്ല, നിങ്ങൾ എത്ര നിലവിളിച്ചാലും ഞാൻ നിങ്ങൾക്ക് ഉത്തരം അരുളുകയില്ല എന്നാണ് ദൈവം ഇസ്രായേലിനോട് പറഞ്ഞതെന്ന് നമുക്കറിയാം. അതുപോലെ സഭകളുടെ മധ്യത്തിലും അയോഗ്യമായിരിക്കുന്ന നിലയിലുള്ള പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളും മൂലം സഭകൾ ഭിന്നതയിലേക്ക് പോവുകയും ഇല്ലാതാകുകയും നശിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങൾ വളരെ സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വാസ്തവത്തിൽ അതിന് പുറകിലുള്ളതായിരിക്കുന്ന കാരണം വിയോജിപ്പല്ല, മറിച്ച് മലീമസമായിരിക്കുന്ന രാഷ്ട്രീയമാണ് എന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. ചരിത്രത്തിലെ ഭിന്നതകളുടെ കാരണം നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഭിന്നതകളുടെ കാരണം ഈ ചരിത്രത്തിൽ നിന്നൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പല കാരണങ്ങളാണ് ഞാൻ അതിനെ കണ്ടെത്തുന്നത്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ മാത്രം പറയാം. പല വിശ്വാസികളുടെയും മധ്യത്തിൽ ഉണ്ടാകുന്ന ഭിന്നതയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം, അനൈക്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അസൂയയാണ്. അസൂയ. ആബേലിനെ കയ്യൻ കൊന്നത് എന്തുകൊണ്ടാ? അസൂയ കൊണ്ടാണ്. ജോസഫിനെ സഹോദരന്മാർ വെറുത്തത് എന്തുകൊണ്ടാ? അസൂയ കൊണ്ടാണ്. ദാവീദിനെ ശൗല് വെറുത്തതും കൊല്ലാൻ ശ്രമിച്ചതും എന്തുകൊണ്ടാണ്? അസൂയ കൊണ്ടാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തത് എന്തുകൊണ്ടാണ്? മഹാപുരോഹിതന്മാരുടെയും മതനേതാക്കന്മാരുടെയും അസൂയ കൊണ്ടാണ്. മറ്റുള്ളവരുടെ പ്രവൃത്തികൾ നന്നാകുമ്പോൾ, അത് ഫലപ്രദമായി തീരുമ്പോൾ, അത് സ്വീകാര്യമായി തീരുമ്പോൾ, അത് സമൂഹത്തിലുള്ള ആളുകൾ അംഗീകരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു മാനസിക പ്രയാസം ഉണ്ടാകുന്നുവെങ്കിൽ എനിക്ക് അസൂയ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ സഹോദരന്മാര് തന്നെ ആത്മീക പ്രവർത്തനങ്ങളില് മുന്നമേ വന്ന ആളുകളെക്കാളും മുന്നോട്ട് പോകുകയും വളരെയധികം ആളുകളുടെ മധ്യത്തിലെ സ്വാധീനം ചെലുത്തി കർത്താവിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി അത്രത്തോളം സ്വീകാര്യത ലഭിക്കാത്തവരായ ആളുകൾക്ക് ഹൃദയത്തിലൊരു വല്ലാത്ത പ്രയാസം ഉണ്ടാകുന്നെങ്കിൽ അതിന്റെ അർത്ഥം അസൂയുണ്ടെന്നാണ്. എന്നാൽ നമ്മുടെ സഹോദരന്മാർ കർത്താവിന്റെ വേലയിലും ശുശ്രൂഷയിലും ഒക്കെ മുന്നോട്ട് പോകുന്നത് കണ്ട് അതിൽ സന്തോഷിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അത് അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ആത്മാർത്ഥമായും ആ വ്യക്തിയോടുള്ള സ്നേഹവും ആ വ്യക്തിയോടുള്ളതായിരിക്കുന്ന നല്ല ബന്ധവും നിലനിർത്തുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ അസൂയ ഉണ്ടെന്നാണ്. ഈ അസൂയ പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെ പ്രവർത്തികളിലൂടെ വെളിപ്പെട്ടു വരും. അത് സഹോദരനെ വെറുക്കുന്നതിനും സഹോദരനെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നതിനും സഹോദരനെ ഇല്ലാതാക്കുന്നതിനും ഒക്കെ ശ്രമിക്കാനായിട്ട് കാരണമായി തീരും. നമ്മുടെയൊക്കെ ഹൃദയത്തില് അത്തരത്തിലുള്ള അസൂയ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അസൂയ വന്നാൽ അത് കൊലപാതകത്തിൽ വരെ എത്തിക്കുന്ന തരത്തിലുള്ള ഒരു പാപമായിട്ടാണ് ചരിത്രത്തിൽ നമ്മൾ കണ്ടത്. നാം വിചാരിക്കുന്നുണ്ടോ ഈ മാർഗത്തിലൂടെ മറ്റുള്ളവരുടെ അംഗീകാരം നേടാമെന്ന്, ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് തികച്ചും തെറ്റായിരിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരാളുടെ നന്മയെ അംഗീകരിക്കുവാനും അത് പ്രോത്സാഹിപ്പിക്കുവാനും അതിൽ സന്തോഷിക്കുവാനും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ തീർച്ചയായിട്ടും
അസൂയയുടെ വിത്തുണ്ട് എന്നതിനൊരു സംശയവുമില്ല. അത് അവിടെ ഇരുന്ന് വളരാൻ ഇടയായാൽ പല തരത്തിലുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങളും അതിന്റെ ഫലമായി പുറത്തേക്ക് വരാൻ ഇടയാവും. പല വിരുദ്ധോപദേശങ്ങളും ഉടലെടുക്കുന്നത് അസൂയയിൽ നിന്നാണ്, വ്യക്തിവിരോധത്തിൽ നിന്നാണ്. ചിലർ അസൂയ കൊണ്ടും ശാഠ്യം കൊണ്ടും പ്രസംഗിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അവർ പ്രസംഗിച്ച കാര്യം സത്യമായതുകൊണ്ട് ആ സത്യത്തെ പൗലോസ് അംഗീകരിക്കുന്നുവെങ്കിലും അവരുടെ മനോഭാവം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അപ്പോ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിന്റെ മധ്യത്തിൽ തന്നെ വിരുദ്ധോപദേശങ്ങൾ പ്രസംഗിക്കുന്നവരായിരിക്കുന്ന അനേക ആളുകളെ നമ്മൾ പരിശോധിച്ചാൽ അവർക്ക് അവരുടെ ഉള്ളിൽ അസൂയയിൽ നിന്ന് ഉളവായി വന്നിട്ടുള്ള മനോഭാവങ്ങൾ മൂലമാണ് ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ പലതും അവർ പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ നിരീക്ഷിച്ചപ്പോൾ യഹോവ ഇസ്രായേലിന്റെ ഗോത്ര ദൈവമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. എന്നിട്ട് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്, ഈ ഉപദേശം ഖണ്ഡിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ആരുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സകല ബന്ധക്കോസുകാരെയും പ്രധാനക്കാരെയും സോഷ്യൽ മീഡിയയിലൂടെ വെല്ലുവിളിക്കുക. പറയുന്നത് കേട്ടാൽ തോന്നും അതിനേക്കാൾ വലിയൊരു ഉപദേശം ലോകത്തിലില്ല. തന്നെ വെല്ലാനായിട്ട് അതിനേക്കാൾ പ്രയോജനകരമായ, അതിനേക്കാൾ ദൈവവചന പ്രകാരമുള്ള ഒരു ഉപദേശം ഇല്ലെന്ന് തോന്നും. എന്നാൽ ആ മനുഷ്യന്റെ ഒക്കെ ഉപദേശം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകാം ആരോടൊക്കെയോ ഉള്ള വിരോധത്തിൽ നിന്നും പകയിൽ നിന്നും അസൂയയിൽ നിന്നും ഒക്കെയാണ് ഈ ഉപദേശം പഠിപ്പിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വ്യക്തിവിരോധത്തിൽ നിന്നും കയ്പിൽ നിന്നും തങ്ങൾക്ക് ലഭിക്കേണ്ടതായിരിക്കുന്ന സ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടും ഒക്കെ വിരുദ്ധോപദേശങ്ങൾ പ്രസംഗിച്ച് ജനശ്രദ്ധ നേടാനായിട്ട് ശ്രമിക്കുന്ന ധാരാളം ആളുകൾ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ ഉണ്ട്. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ ഇടയിലും അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചു പോയെന്ന് വരാം. അതിനുള്ളതായിരിക്കുന്ന സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹം പറയുന്ന ഉപദേശത്തിന് എതിരെ ഞാനൊരു ഖണ്ഡനം നടത്താനൊന്നും ശ്രമിക്കുകയല്ല ചെയ്യുന്നത്. എന്നാൽ നമുക്കറിയാം പഴയ നിയമത്തിലെ യഹോവയായിരിക്കുന്ന ദൈവം തന്നെയാണ് സാക്ഷാൽ ദൈവം. ഇസ്രായേലിന്റെ ദൈവം മാത്രമല്ല, ലോകത്തിന്റെ സൃഷ്ടിതാവായിരിക്കുന്ന ദൈവം അവനാണ് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും ആ ദൈവത്തിനാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കർത്താവ് പിശാചിനോട് ഏറ്റുമുട്ടുന്ന സമയത്ത് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു റെഫറൻസ് ആണ് കർത്താവ് ഉപയോഗിക്കുന്നത്. പഴയ നിയമത്തിൽ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിക്കണമെന്ന് പറഞ്ഞത് യഹോവയായ ദൈവത്തെയാണ്. അതേ കാര്യം തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു അംഗീകരിച്ച് പറയുന്നത്. നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, മറ്റൊരു ദൈവമില്ല. നമ്മുടെ കർത്താവ് പഴയ നിയമത്തിലെ യഹോവയെ സാക്ഷാൽ സത്യദൈവമായി അംഗീകരിക്കുന്നെങ്കിൽ ഈ ദുരുപദേശം പഠിപ്പിക്കുന്ന ആളുകൾ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്, എവിടുന്നാണ് ഇത് പറയുന്നത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതിന്റെ പുറകിൽ ആ ഉപദേശങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെയൊക്കെ ഹൃദയത്തിലെ വലിയ അസൂയയും കോപവും വിദ്വേഷവും, തങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിച്ചിട്ട് പലതും ലഭിക്കാത്തത് കൊണ്ടുള്ളതായിരിക്കുന്ന വിരോധവും ഒക്കെയാണ് തിളച്ചു മറിയുന്നത് നമുക്കറിയാം. വിരുദ്ധോപദേശങ്ങൾ പോലും ഇങ്ങനെയുള്ള അസൂയയിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. മറ്റൊരു കാര്യമാണ് ദുരഭിമാനം. തെറ്റുകളെ സമ്മതിക്കുകയും തിരുത്തുകയും ചെയ്താൽ മറ്റുള്ളവരുടെ മുമ്പിൽ തങ്ങളെ ഏറ്റവും ചെറുതായി പോകും എന്ന ഒരു ചിന്ത, അത് ദുരഭിമാനത്തിൽ നിന്നാണ്. പലപ്പോഴും അങ്ങനെയുള്ള ചിന്തകളിൽ നിന്നാണ് ഭിന്നതകൾ ഉടലെടുക്കുന്നത്. ഇപ്പോൾ വിശ്വാസികളുടെ മധ്യത്തിൽ തന്നെ ഏതെങ്കിലും തരത്തില് ദൈവവചന വിരുദ്ധമായിരിക്കുന്ന നിലപാടുകളും പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ട്. അത് തിരുത്തി യഥാസ്ഥാനപ്പെട്ട് മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ പല വിശ്വാസികൾക്കും അത് അംഗീകരിക്കാനും സ്വീകരിക്കാനും തിരുത്താനും മനസ്സില്ലാതെ അത് ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ചെയ്യുന്ന ആളുകളോട് കോപിക്കുകയും അവരെ എതിർക്കുകയും അവരോട്
വളരെ മോശമായ നിലയിൽ പെരുമാറുകയും ഒക്കെ ചെയ്യുന്നെങ്കിൽ അതിന്റെ അർത്ഥം ദുരഭിമാനമാണ്. സകല പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും ജനം എതിർത്തതിന്റെ കാരണമെന്ന് പറയുന്നത് ഈ ദുരഭിമാനമായിരുന്നു എന്ന് നമുക്കറിയാം. ഇസ്രായേൽ മക്കളുടെ മധ്യത്തിലെ പ്രവാചകന്മാർ വന്ന് അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ പ്രവാചകന്മാരെ എതിർക്കുകയും അവരെ കൊല്ലുവാൻ മടിക്കാതിരിക്കുകയും ചെയ്തതിന്റെ പുറകിലുള്ള കാര്യം അവരുടെ പാരമ്പര്യങ്ങളിലും അവരുടെ തെറ്റുകളിലുമുള്ളതായിരിക്കുന്ന ദുരഭിമാനം. അത് തിരുത്തിയാൽ, അതിൽ നിന്ന് അത് തെറ്റാണ് എന്ന് സമ്മതിച്ചാൽ ഉണ്ടാകുന്നതായിരിക്കുന്ന ദുരഭിമാനമാണ് അത്തരത്തിലുള്ള കൊലപാതകങ്ങളിലേക്ക് നയിച്ചത്. ദുരഭിമാന കൊലപാതകങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മേൽജാതിക്കാരൻ കീഴ്ജാതിക്കാരനെ വിവാഹം കഴിച്ചത് മൂലം എത്രയോ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെയുള്ള ദുരഭിമാന കൊലപാതകങ്ങൾ. തെറ്റ് തിരുത്തുന്നതിന് പകരം ദുരഭിമാനികളായി അത് തിരുത്തുന്നവരെ എതിർക്കുകയും വെറുക്കുകയും കലഹങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന വിശ്വാസ സമൂഹത്തിലുണ്ട്. തെറ്റുകളെ മൂടിവെക്കുകയും തിരുത്താനായിട്ട് വിസമ്മതിക്കുകയും ചെയ്യുന്നിടത്ത് ഭിന്നതയും വഴക്കും കലഹവും ഉണ്ടാകും എന്നുള്ളത് അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ദുരഭിമാനത്തിന്റെ പേരിലാണ് അനേക പ്രവാചകന്മാർ കൊല്ലപ്പെട്ടത്. അങ്ങനെയാണ്. യോഹന്നാൻ സ്നാപകനെ ഹേരോദാവ് വധിച്ചതിന്റെ പുറകിൽ ദുരഭിമാനമാണ്. തന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി താൻ ചെയ്തതായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ശൗൽ ദാവീദിനെ വധിക്കാൻ ശ്രമിച്ചത് ദുരഭിമാനം മൂലമാണ്. അപ്പൊ ഇതുപോലെയുള്ളതായിരിക്കുന്ന അനേക തിന്മ പ്രവൃത്തികൾ, തിന്മയുടെ മനോഭാവങ്ങൾ ഹൃദയത്തിൽ കിടക്കുമ്പോഴാണ് പലപ്പോഴും ഭിന്നതയും പ്രയാസങ്ങളും ഒക്കെ സഭകളിൽ ഉണ്ടാകുന്നത്. അഹങ്കാരവും ദ്രവ്യാഗ്രഹവും പണത്തിന്റെ പേരിലും സ്ഥാനമാനങ്ങളുടെ പേരിലും എല്ലാം വ്യക്തിവിരോധവും പകയും ഭിന്നതയും ഒക്കെ വിശ്വാസികളുടെ മധ്യത്തിലും വർദ്ധിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടത്തോടെ പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. പല തെറ്റിദ്ധാരണകൾ വഴിയാണ് വ്യക്തിബന്ധങ്ങൾ നഷ്ടമാകുന്നത്. ഇങ്ങനെ നിരവധി കാരണങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. യഥാർത്ഥത്തില് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഭിന്നതകൾ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കുന്ന മനോഭാവങ്ങളിലാണ് പ്രശ്നങ്ങളുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സാധാരണ വിശ്വാസികളുടെ മധ്യത്തിൽ ഉണ്ടാകുന്നതായിരിക്കുന്ന ഏത് തരത്തിലുള്ള വിയോജിപ്പുകളെയും നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാര്യം സത്യസന്ധമായിട്ടും അറിയണം. അത് ഉപദേശപരമായ വിയോജിപ്പുകളായിരിക്കാം, അല്ല പ്രായോഗിക ജീവിതത്തിലെ ചില വിയോജിപ്പുകളായിരിക്കാം. അത് എങ്ങനെയാണ് ഭിന്നതകളോട് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് അവ കൈകാര്യം ചെയ്യേണ്ടത്. ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനോഭാവങ്ങളും പെരുമാറ്റങ്ങളും കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മുടെ പുതിയ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുവാനുള്ള അവസരങ്ങളായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ സ്വഭാവത്തെ ശരിയായ നിലയിൽ പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങളാണ് പലപ്പോഴും ഭിന്നതകൾ, അഭിപ്രായ ഭിന്നതകൾ വരിക. അതിനോടുള്ള വിയോജിപ്പുകൾ വരുമ്പോൾ പ്രകടിപ്പിക്കാനുള്ള അവസരം അതാണ്. അപ്പൊ വിയോജിപ്പുകൾ വരുമ്പോൾ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ജഡത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ പല ഭിന്നതകളുടെയും പുറകിലുള്ള കാര്യം വിശ്വാസികൾ ജഡപ്രകാരം പ്രവർത്തിക്കുന്നു, പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. ഈ വിധ പെരുമാറ്റം സഭയ്ക്ക് ഉണ്ടാക്കുന്ന ഗുരുതരമായിരിക്കുന്ന വിനാശത്തെ മനസ്സിലാക്കി അപ്പോസ്തലന്മാർ ലേഖനങ്ങളില് അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, വിയോജിപ്പുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യയിലുള്ള വിശ്വാസികളോട് പറയുമ്പോൾ, നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരുവനായ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചോളണമെന്ന് പറഞ്ഞു. ന്യായപ്രമാണം രക്ഷയ്ക്കും അതുപോലെ ജീവിതത്തിനുമുള്ള സ്ഥാനത്തെക്കുറിച്ച് ഉണ്ടായ അഭിപ്രായ വ്യത്യാസം ഗലാത്യ സഭകളുടെ മധ്യത്തിലുള്ള ഐക്യത്തിനും നിലനിൽപ്പിനും ഒക്കെ വലിയ ഭീഷണിയായിട്ട് തീർന്നു. അവരുടെ പെരുമാറ്റം
അതിനോടുള്ള അവരുടെ പ്രതികരണം കർത്താവായ യേശു ക്രിസ്തുവിന് യോജിക്കുന്ന വിധത്തിലായിരുന്നില്ല, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് യോജിക്കുന്ന വിധത്തിലായിരുന്നില്ല. പൗലോസ് പറയുന്നത് പോലെ വന്യമൃഗങ്ങളെ പോലെയാണ് അവർ അതിനോട് പ്രതികരിച്ചത്. പരസ്പരം കടിക്കുകയും തിന്നുകളയുകയും ചെയ്യുന്ന തരത്തിലാണ്, ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകുന്ന തരത്തിലാണ്. അത്തരത്തിലാണ് ഉപദേശ പെശകുകളോടുള്ള പ്രതികരണം പോലും വിശ്വാസികൾക്ക് ഉണ്ടായത്. അപ്പോ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ദുരന്ത സാധ്യതകളെ മുന്നിൽ കണ്ടിട്ടുകൂടെയാണ് ഗലാത്യ ലേഖനം തന്നെ അപ്പോസ്തലൻ എഴുതിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. ആ ലേഖനത്തിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് സവിസ്തരം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 5-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം ഗലാത്യ വിശ്വാസികളിൽ കണ്ടതായിരിക്കുന്ന സാമൂഹ്യ പെരുമാറ്റ രീതികളുടെ ഒരു വിവരണമാണ് ഒരർത്ഥത്തില് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് പ്രതിപാദിക്കുന്നത്. 5:18 പറയുന്നതായിരിക്കുന്ന ജഡത്തിന്റെ പ്രവൃത്തികൾ: പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ എന്ന് വേണ്ട അങ്ങനെയുള്ളതായിരിക്കുന്ന ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതെല്ലാം അവരുടെ ഇടയിൽ ഒരുപക്ഷെ അപ്പോസ്തലനായ പൗലോസ് കണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. സത്യം പറയുമ്പോൾ പോലും സ്നേഹത്തിൽ പറയണമെന്നാണല്ലോ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. നമ്മൾ ഒരുപക്ഷെ സത്യത്തിന് വേണ്ടി ആയിരിക്കാം നിൽക്കുന്നത്, സത്യമായിരിക്കും പറയുന്നത്. ദുരുപദേശ ഖണ്ഡനങ്ങൾ പോലും നടത്തുമ്പോൾ അത് സ്നേഹത്തിൽ പറയുക എന്നുള്ളത്, പ്രതിപക്ഷ ബഹുമാനത്തോടെ പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് പലരും ദുരുപദേശ ഖണ്ഡനങ്ങൾ നടത്തുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ മോശമായിരിക്കുന്ന ഭാഷകൾ പോലും ഉപയോഗിച്ചാണ് പ്രതിയോഗിയെ മിണ്ടാതാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതൊന്നും ഒരു ക്രിസ്തീയമായിരിക്കുന്ന നിലയിലുള്ളതായിരിക്കുന്ന പ്രതിരോധമാണ് എന്ന് പറയാൻ കഴിയുകയില്ല. സത്യോപദേശത്തിന് വേണ്ടി പോരാടുന്നത് പോലും ജഡസ്വഭാവത്തിലാണെങ്കിൽ അത് ആരാണ് അംഗീകരിക്കുക? ആർക്കാണ് അത് പ്രയോജനമായിട്ട് തീരുക? അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃദ്ധാഭിമാനികളാകരുതെന്നാണ് ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ തന്നെ അടുത്തൊരു നാളില് ഇങ്ങനെ ഒരു ഭിന്നതയെ അഭിമുഖീകരിക്കുമ്പോൾ ജഡാഭിലാഷത്തിന് വിധേയപ്പെടുന്നുണ്ടോ എന്ന് ഒരു നിമിഷം നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ട് വേണം അതിനോട് പ്രതികരിക്കാനായിട്ട്. നമ്മുടെ മനോഭാവത്തിലോ പെരുമാറ്റത്തിലോ ഗലാത്യ ലേഖനത്തിൽ പറയുന്ന തരത്തിലുള്ളതായിരിക്കുന്ന ഏതെങ്കിലും പാപദോഷങ്ങൾ വെളിപ്പെടുന്നുണ്ടോ എന്ന് ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കണം. കൊരിന്തിലെ സഭയിലെ ഭിന്നതയിൽ ജഡത്തിന്റെ പ്രവൃത്തികളിലൂടെയാണ് അതിനെ അഭിമുഖീകരിക്കാനായിട്ട് അവിടെയുള്ള വിശ്വാസികൾ ശ്രമിച്ചത്. കൊരിന്തിലെ വിശ്വാസികൾ പരിശുദ്ധാത്മാവില്ലാത്തവരെ പോലെയാണ് പെരുമാറിയത്. ഈർഷ്യയും പിണക്കവും അസൂയയും വൃഥാഭിമാനവും ഒക്കെയാണ് അവരെ നിയന്ത്രിച്ചത്. അവരുടെ മധ്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ആ അഭിപ്രായ വ്യത്യാസങ്ങളോട് പ്രതികരിച്ചത് അവര് ജഡസ്വഭാവത്തിലായിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് ലേഖനത്തിൽ ജഡസ്വഭാവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കുന്നു എന്ന് പറഞ്ഞത്. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തില് കൊരിന്തിലെ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന പാപപൂർണമായിരിക്കുന്ന അനേക കാര്യങ്ങളെ എടുത്തു പറയുന്നുണ്ട്. പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, കലഹം, ഇങ്ങനെ പല കാര്യങ്ങള് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇവയൊക്കെ ഞാൻ വരുമ്പോൾ ഇവയെക്കുറിച്ചൊക്കെ മാനസാന്തരപ്പെടാത്തവരെ ചൊല്ലി ദുഃഖിക്കേണ്ടി വരുമോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെല്ലാം ജഡത്തിന്റെ പ്രവൃത്തികളാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രവൃത്തി, അങ്ങനെയുള്ള ജഡ സ്വഭാവങ്ങളിലാണ് പലപ്പോഴും നമ്മള് ഭിന്നാഭിപ്രായങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ ഭിന്നതകൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ സമാധാനവും അവിടെ ഐക്യവും വരികയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും ആ പറയുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന നമ്മുടെ രീതി പാപ സ്വഭാവത്തിലാണ്, പലപ്പോഴും ജഡസ്വഭാവത്തിലാണ്, കോപത്തിലാണ്, പകയിലാണ്, പിണക്കത്തിലാണ്, അസൂയയിലാണ്, വിദ്വേഷത്തിലാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് വിശ്വാസികൾ തമ്മിലുള്ള നല്ല ബന്ധം ഉണ്ടാകുക, നിലനിൽക്കുക? അത് സാധ്യമായിരിക്കുന്ന ഒരു കാര്യമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വിയോജിപ്പുകളോട് നേരിടുമ്പോൾ
ഏത് തരത്തിലുള്ള വിയോജിപ്പുകളാണെങ്കിലും അതിനോട് നേരിടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത്. വിയോജിപ്പുകളെ അഭിമുഖീകരിക്കുമ്പോൾ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ വിജയിക്കില്ല. ആ ഭിന്നതകൾ വളരെ വർദ്ധിക്കുകയും അതുപോലെ തന്നെ അനൈക്യം സഭകളുടെ മധ്യത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും. എന്നാൽ ദൈവാത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടാണ് വിയോജിപ്പുകളെ നാം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും അധികം താമസിക്കാതെ ഐക്യവും സ്നേഹവും കൂട്ടായ്മയും വന്നു ചേരുവാനായിട്ട് ഇടയായിത്തീരും. യാതൊരു കാരണവശാലും നമ്മുടെ മാനസാന്തരത്തിന്, നമ്മുടെ അനുതാപത്തിന് മുമ്പുള്ളതായിരിക്കുന്ന ജഡ സ്വഭാവത്താൽ നമ്മൾ നിയന്ത്രിക്കപ്പെടുവാനായിട്ട് പാടില്ല. പഴയ പാപ സ്വഭാവത്തിലേക്കും വഴിയിലേക്കും നമ്മൾ തിരിഞ്ഞു പോകുവാനായിട്ട് പാടില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ രണ്ട് വിശ്വാസികൾ തമ്മിൽ വാഗ്വാദമായി. അപ്പോൾ ഒരു വിശ്വാസി പറഞ്ഞു, എൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന പരിശുദ്ധാത്മാവ് കുറച്ചു നേരത്തേക്ക് വേണമെങ്കിൽ മാറി നിൽക്കൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം മറ്റേ സഹോദരനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ളതായിരിക്കുന്ന ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ജഡസ്വഭാവമാണ്, ജഡത്തിന്റെ പ്രവൃത്തികളാണ്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ജഡത്തിന്റെ പ്രവൃത്തികൾ നിവർത്തിക്കാതിരിക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിലാണ് വിശ്വാസികൾ ജീവിക്കേണ്ടത്. അപ്പോ ഏതെങ്കിലും തലത്തിലുള്ളതായിരിക്കുന്ന അഭിപ്രായ ഭിന്നതകളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കുന്ന അവസരം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് വിശ്വാസികൾ ജീവിക്കുന്നതെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണമെന്നാണ്. ആത്മാവിൽ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെയും അനുസരിച്ച് നടക്കുക എന്നാണ്. ജഡത്തെ അനുസരിച്ച് പിന്നെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ ഇതിലൊക്കെ പരാജയപ്പെട്ടു പോയിട്ടില്ലേ എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെ വിയോജിപ്പുകൾ നേരിടുമ്പോൾ അത് ഉപദേശപരമായാലും ജീവിതപരമായാലും ദൈവാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ പ്രതികൂലങ്ങൾ വരുമ്പോഴാണല്ലോ യഥാർത്ഥത്തില് നമ്മുടെ സ്വഭാവമൊക്കെ യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നത്. യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നത് അപ്പോഴാണ്, പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളോട് നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നോട് മറ്റുള്ളവർ വിയോജിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് സമാനമായിരിക്കുന്ന സ്വഭാവത്തെയും ജീവിതത്തെയും എനിക്ക് വെളിപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ടോ ആ സമയത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നമുക്ക് ഉത്തരം പറയാനായിട്ട് സാധിക്കണം. അതിലുള്ള പരാജയമാണ്, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നതിലുള്ള നമ്മുടെ പരാജയമാണ് പലപ്പോഴും വിശ്വാസികളുടെ മധ്യത്തില് പരസ്പര ഭിന്നതയ്ക്കും വഴക്കിനും കാരണമായിട്ട് തീരുന്നത്. മാത്രമല്ല, ഇങ്ങനെയുള്ള ഭിന്നതകൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കുന്ന അവസരത്തിൽ, അതിനെ നമ്മൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തില് ദൈവികമായിരിക്കുന്ന ജ്ഞാനത്തിലാണ്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിലാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, സഹവിശ്വാസികളുമായോ സഹപ്രവർത്തകരുമായോ വളരെ ചൂടേറിയ വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോൾ ശരിയായിരിക്കുന്ന അതിനെ നേരിടാനുള്ള ശരിയായിരിക്കുന്ന മാർഗദർശനമാണ് യാക്കോബ് അവിടെ നൽകിയിരിക്കുന്നത്. ഉയരത്തിൽ നിന്നുള്ളതായ ജ്ഞാനം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം എന്നാണ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിലാണോ നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത്? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? ഉയരത്തിൽ നിന്ന് ജ്ഞാനത്തിന്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. അത് നിർമ്മലമാണ്, സമാധാനപൂർണമാണ്, ശാന്തത നിറഞ്ഞതാണ്, അനുസരണമുള്ളതാണ്, കരുണയുള്ളതാണ്, സൽഫലങ്ങൾ നിറഞ്ഞതാണ്, പക്ഷപാതമില്ലാത്തതാണ്, കപടമില്ലാത്തതാണ്. അപ്പൊ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്താൽ അഭിപ്രായ ഭിന്നതകളെ
നേരിടാൻ നമുക്ക് സാധിക്കണം എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്നത്. യാക്കോബ് പറയുന്നു, ഈർഷ്യയും കയ്പും ശാഠ്യവും ഭോഷ്കും സ്വയപ്രശംസയും കലക്കവും സകല ദുഷ്പ്രവൃത്തികളും വെളിപ്പെടുത്തുന്നത് പൈശാചികമായിരിക്കുന്ന ജ്ഞാനമാണെന്നാണ്. അത് പ്രാകൃതമായ ജ്ഞാനമാണ്, അത് ഭൗമികമായ ജ്ഞാനമാണ്. അപ്പോ നമ്മുടെ സഹോദരന്മാരുമായിട്ട് നാം വ്യത്യസ്ത അഭിപ്രായങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഏത് ആത്മാവിലാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് ജ്ഞാനത്തിലാണ് നമ്മളത് കൈകാര്യം ചെയ്യുന്നത്? വിയോജിപ്പുകൾ പരിഹരിച്ച് ഐക്യത്തിലും സ്നേഹത്തിലും സമാധാനത്തിലും ഒരുമിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മെ സംബന്ധിച്ച് നമ്മുടെ അറിവ് ശരിയായ അറിവാണോ എന്ന് അറിയുന്നതും നമ്മുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്. ദൈവാത്മാവിന്റെ ശരിയായിരിക്കുന്ന നിയന്ത്രണത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമാണെങ്കിൽ സ്വഭാവത്തിലും അത് പ്രകടമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസികൾ തമ്മിൽ ഉള്ളതായിരിക്കുന്ന വിയോജിപ്പുകള് കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ അഭ്യസിക്കണം എന്നുള്ളതാണ്. ഓരോ ഭിന്നതയും നാം കർത്താവിന് സമാനമായ സ്വഭാവം വെളിപ്പെടുത്തുന്ന ഇതിനുള്ള ഒരു പരീക്ഷണമായിട്ടാണ് ഇരിക്കുന്നത്. ആത്മാവ് നമ്മിലുണ്ടോ? നമ്മിലുള്ളത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണോ? സുവിശേഷം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തിയിട്ടുണ്ടോ എന്നതിൻ്റെ ഒക്കെ ഒരു പരിശോധനയാണ് ഓരോ ഭിന്നതയും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. വിയോജിപ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് ആശങ്കയുള്ളവരായിരിക്കുന്നത് പോലെ തന്നെ സ്വന്തം പെരുമാറ്റത്തെക്കുറിച്ചും ആ സമയത്ത് ആശങ്കയുള്ളവരായിരിക്കണം എന്നാണ് നാം അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. എൻ്റെ പെരുമാറ്റം ആ സമയത്ത് എങ്ങനെയാണ്, എൻ്റെ പ്രതികരണം, അതിനെ സംബന്ധിച്ച് നമ്മൾ ആശങ്കയുള്ളവരായിരിക്കണം. തെറ്റുപറ്റാതെ, തെറ്റ് പറയാതെ, തെറ്റായി പ്രതികരിക്കാതെ, തെറ്റായ മനോഭാവങ്ങൾ വെച്ചു പുലർത്താതെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ ഒരു ക്രിസ്തീയ മനോഭാവത്തോടെ ഏത് വിയോജിപ്പുകളെയും നമുക്ക് നേരിടാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ നാളത്തെ പരിശീലനം കൊണ്ട് ഏത് ഭിന്നതകളെയും വിയോജിപ്പുകളെയും കർത്താവിന് സമാനമായ സ്വഭാവം കൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ളതായിരിക്കുന്ന പരിശീലനം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വ്യക്തിബന്ധങ്ങൾ ആരോഗ്യകരമായി സൂക്ഷിക്കാൻ അതുമൂലം മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. സഭാബന്ധവും ദൈവബന്ധവും ഒക്കെ കാപട്യമില്ലാതെ ഇരിക്കണമെങ്കിൽ നമുക്ക് നമ്മുടേതായിരിക്കുന്ന ക്രിസ്തീയ സ്വഭാവം നമുക്ക് അങ്ങനെയുള്ള രംഗങ്ങളിൽ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ യാഥാർത്ഥ്യബോധത്തോടു കൂടെ നമ്മൾ ജീവിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ മറ്റെല്ലാം ഒരു കപടഭക്തിയായിട്ട് മാത്രം ഇരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ചില വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് വിശ്വാസികളിൽ ഉണ്ടാകുന്ന ഒരു വികാരമാണ് അനിയന്ത്രിതമായിരിക്കുന്ന കോപം. പലരും വളരെ കോപത്തോടു കൂടെയാണ് പല പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എല്ലാവർക്കും ആ പരാജയമുണ്ട്. എന്നാൽ അതിൻ്റെ മേൽ നമുക്ക് വിജയം വരിക്കാതെ നമുക്ക് അന്യോന്യമുള്ള ബന്ധം ആരോഗ്യകരമായി സൂക്ഷിക്കാൻ കഴിയുകയില്ല. മനുഷ്യന്റെ കോപം ദൈവനീതിയെ പ്രവർത്തിക്കില്ലെന്നാണ്. അങ്ങനെയാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. പഴയ നിയമത്തിലെ യാക്കോബിന്റെ പുത്രന്മാരിലെ ശീമോനും ലേവിയും തങ്ങളുടെ സഹോദരി ദീനയെ ശെഖേം എന്നൊരുവൻ ബലാത്കാരം ചെയ്തു എന്ന് കേട്ടപ്പോൾ അവർക്ക് അതികോപം വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവരുടെ ധാർമ്മിക രോക്ഷമൊക്കെ ന്യായീകരിക്കാവുന്നതാണ്. എന്നാൽ അവർ അനിയന്ത്രിതമായ കോപത്തിലാണ് അതിനോട് പ്രതികരിച്ചത്. അവരുടെ പട്ടണത്തിൽ ചെന്നു, അവരോട് കള്ളം പറഞ്ഞു, പട്ടണം മുഴുവൻ കൊള്ളയടിച്ചു, പട്ടണത്തിലെ പുരുഷന്മാരെ ഒക്കെ ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു. ശിമയോനും ലേവിയും ആ നിലയിൽ വലിയ കോപത്തിന് വിധേയരായി തീർന്നു. അതിന്റെ പരിണത ഫലമായി വളരെയധികം ദോഷങ്ങൾ അവർ പ്രവർത്തിക്കാൻ ഇടയായി. ഇതിനെ സംബന്ധിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് അവര് അന്വേഷിച്ചില്ല. ദൈവത്തെ അവര്
ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അനാദരിക്കുകയാണ് ചെയ്തതെന്ന് നമുക്കറിയാം. യാക്കോബ് പിൽക്കാലത്ത് അവരുടെ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞപ്പോ അവരുടെ പ്രവൃത്തിയെ തള്ളിപ്പറയുകയാണ് ചെയ്തത്. അവരുടെ ഉഗ്രകോപവും കഠിനകോപവും ഒക്കെ ശപിക്കപ്പെട്ടതാണെന്ന് യാക്കോബ് പറയാൻ ഇടയായി തീർന്നു. ലേവിയെ കുറിച്ചും അതുപോലെ തന്നെ ശിമയോനെ കുറിച്ചും പറഞ്ഞപ്പോൾ യാക്കോബ് പറഞ്ഞത് അങ്ങനെയാണ്. അത് ശപിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അത് ദൈവത്തിന് അംഗീകാരമായ നിലയിലല്ല അവരതിനോട് പ്രതികരിച്ചത്. ധാർമ്മിക രോഷം വളരെ ആവശ്യമാണ്, പ്രകടിപ്പിക്കേണ്ടതാണ്, അതൊക്കെ ശരിയാണെങ്കിലും ആ തെറ്റിനോടുള്ള അവരുടെ പ്രതികരണം ജഡികമായി പോയി എന്ന് നമുക്കറിയാം. ചില വിശ്വാസികൾ ഒരിക്കലും മറ്റുള്ളവരെ ശപിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഷ്ടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുകയില്ല. വളരെ സത്യസന്ധരായിട്ടൊക്കെ ജീവിക്കുന്നവരാണ്. സഭായോഗങ്ങളിലെല്ലാം കൃത്യമായി പങ്കെടുക്കുന്നവരാണ്. പ്രാർത്ഥനായോഗങ്ങൾ മുടക്കാത്തവരാണ്. പക്ഷേ അവരുടെ അഭിപ്രായങ്ങളോട് ആരെങ്കിലും വിയോജിച്ചാൽ നിയന്ത്രണമില്ലാതെ വല്ലാതെ കോപിക്കുന്നവരായിരിക്കുന്ന ആളുകളാണ്. കോപം എന്നുള്ളത് പലപ്പോഴും അവരുടെ ഒരു ബലഹീനതയായി മാറിയിരിക്കുകയാണ്. കോപവും പകയും മൂലം സഹവിശ്വാസികളെ ആത്മീകമായി കൊല്ലത്തക്ക നിലയിലുള്ളതായിരിക്കുന്ന പ്രതികരണങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. മറ്റു മേഖലയിലൊക്കെ അവർ നല്ല ആളുകളാണ്. ചിലര് ഇന്റർനെറ്റ് വഴിയും മൊബൈൽ ഫോൺ വഴിയൊക്കെ പല വിധത്തിലുള്ളതായിരിക്കുന്ന അപവാദ പ്രചരണങ്ങൾ നടത്തുന്നവരായിരിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ഈ മഹാകോപത്തിൽ നിന്നാണ് സംഭവിക്കുന്നത്. ഭിന്നതകളെയൊക്കെ നമ്മൾ സൃഷ്ടിപരമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. അത് ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ കോപത്തെ ശരിയായ നിലയിൽ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിലേ സാധിക്കൂ. കോപത്തിന് താമസമുള്ളവരാകണമെന്നാണ് യാക്കോബ് പറഞ്ഞത്. ദൈവത്തിന്റെ പ്രിയ മക്കൾ എന്നതുപോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ദൈവം എങ്ങനെയാണ്? മനുഷ്യൻ ദൈവത്തോട് തിന്മ പ്രവർത്തിക്കുകയും ശത്രുതയോടെ പെരുമാറുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവം വളരെ ദീർഘക്ഷമയോടുകൂടെയാണ് അതിനോട് പ്രതികരിക്കുന്നതെന്ന് നമുക്കറിയാം. വിശ്വാസികളെ സംബന്ധിച്ചും ദീർഘക്ഷമയോടുകൂടെ നമുക്ക് ഒരുപക്ഷെ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് അറിഞ്ഞാൽ പോലും അതിനോട് പ്രതികരിക്കാൻ കഴിഞ്ഞെങ്കിലേ നമ്മുടെ ബന്ധങ്ങള് ശരിയായ നിലയിൽ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ബൈബിളിൽ പറയുന്നത് ദീർഘക്ഷമയുള്ളവൻ കലഹം ശമിപ്പിക്കുന്നു എന്നാണ്. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാനാകുന്നു എന്നാണ്. ദീർഘക്ഷമ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കലഹത്തിന്റെ മധ്യത്തില് കോപത്തിന് താമസമുള്ളവർക്ക് മാത്രമേ സമാധാനവും ഐക്യവും നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കൂ. അപ്പൊ കോപം ഉള്ള ആളുകൾ അത് നിയന്ത്രിക്കാനായിട്ട് സാധിച്ചില്ല എങ്കിൽ വിയോജിപ്പുകളെ ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല. വ്യക്തികൾ തമ്മിലുള്ളതായ ബന്ധം ശരിയായ നിലയിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കുകയില്ല. സഭകളുടെ ഭിന്നതയിലേക്കും വ്യക്തികൾ തമ്മിലുള്ള അനൈക്യത്തിലേക്കും അങ്ങനെയുള്ള പാപ സ്വഭാവങ്ങൾ നമ്മളെ തള്ളിവിടുവാനായിട്ട് ഇടയായിത്തീരും. ക്രോധമുള്ളവൻ കലഹം ഉണ്ടാക്കുന്നു, ശാന്തമാനസൻ ബുദ്ധിമാനാകുന്നു എന്നാണ്. ദീർഘക്ഷമയുള്ളവൻ കലഹം ശമിപ്പിക്കുന്നു എന്നാണ്. അങ്ങനെയാണ് ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലുള്ളത് പറയുന്നതിനും അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനും നമുക്ക് അവകാശമുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിലും നമ്മൾ സാവധാനത ഉള്ളവരായി ആ കാര്യങ്ങളെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലേ നമ്മുടെ ക്രിസ്തീയ ഐക്യം നിലനിർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വ്യക്തിവിരോധമില്ലാതെ തന്നെ നമുക്ക് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ തെറ്റുകളോട് പ്രതികരിക്കുന്നത് ആ തെറ്റിനോടൊപ്പം ആളോടും നമുക്ക് വളരെ കോപവും വിരോധവും അകൽച്ചയും സംഭവിക്കുകയാണ് ചെയ്യുന്നത്. കുളിപ്പിച്ച് കൊച്ചിനെയും കൂടെ കളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ സംഭവിക്കുന്നത് അതാണ്. ആളോടും കൂടെ നമുക്ക് വിരോധം വരികയാണ്. തെറ്റിനോട് ശരിയായ നിലയിൽ പ്രതികരിക്കുന്നതിന് പകരം വ്യക്തികളോടുള്ളതായിരിക്കുന്ന അകൽച്ചയും ആ ഒരു വിരോധവും പകയും ആ ഒരു കോപവും നമ്മളെ സൂക്ഷിക്കുന്നുവെങ്കിൽ, നമ്മൾ വെളിപ്പെടുത്തുന്നുവെങ്കിൽ ഐക്യത്തിലും സ്നേഹത്തിലും നമുക്ക് ഒരുമിച്ച് പോകാനായിട്ട് സാധിക്കാതെ വരും. അതുകൊണ്ട് പാപകരമായിരിക്കുന്ന കോപത്തെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. മനസ്സിൽ കോപം ഉണ്ടാകുന്നതായിട്ട് തോന്നിയാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സംഭാഷണമോ പ്രതികരണമോ നിർത്തിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ വികാരത്തെ നിയന്ത്രിക്കാനായിട്ട് എന്നെ സഹായിക്കണമേ.
അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അതിനോട് പ്രതികരിക്കാനായിട്ട് ഇടയാകും. കാരണം നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു അവബോധം ആ സമയത്ത് വരുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ ആശ്രയിക്കും. ബൈബിളിൽ പറയുന്നത് എന്താണ്? മൂഢൻ കോപത്തെ മുഴുവൻ വെളിപ്പെടുത്തുന്നതാണ്, ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു എന്നാണ്. അപ്പൊ കോപത്തെ മുഴുവൻ വെളിപ്പെടുത്തുന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. മുൻകോപത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സമചിത്തതയോടെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കില്ല. മുൻകോപി ദോഷത്വം ഉയർത്തുന്നുവെന്നാണ്. അതുകൊണ്ട് ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ മനസ്സിൽ അതിവേഗം നീരസം ഉണ്ടാകരുത്. മൂഢന്മാരുടെ മനസ്സിലല്ലോ നീരസം വസിക്കുന്നത്. അപ്പൊ അതിവേഗത്തിൽ മുൻകോപത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതായിരിക്കുന്ന പരാജയമാണ്. പ്രകോപനപരമായ നിലയിൽ ആളുകൾ നമ്മളോട് ഇടപെടുമ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ള കാര്യം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യവും കൂടെ നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ പ്രകോപിതനാകുമ്പോൾ നമ്മുടെ മാന്യതയും നമ്മുടെ സ്വഭാവവും ഒക്കെയാണ് ആ സമയത്ത് നമ്മൾ വെളിപ്പെടുത്തുന്നത്. കോപിഷ്ഠനായിരിക്കുന്ന ഒരു ഭോഷനെ പോലെ നമ്മൾ പെരുമാറിയാൽ മറ്റുള്ളവരുടെ ബഹുമാനം നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ സ്വഭാവത്തെ ശരിയായ നിലയിൽ വെളിപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് തന്നെ ഒരു വലിയ വിജയമായിട്ട് ഇരിക്കും എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, നമ്മുടെ വികാരങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ചതിന് ശേഷം മാത്രം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് ശ്രമിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ നല്ല പ്രാഗൽഭ്യത്തോടുകൂടെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് സാധിക്കും. പ്രശ്നം പരിഹരിക്കുന്നതിന് മുമ്പ് കോപത്തെ നിയന്ത്രിക്കുക എന്നതാണ് ഏറ്റവും പ്രാഥമികമായിരിക്കുന്ന കാര്യം. അങ്ങനെ വന്നാലേ നമ്മുടെ ബന്ധങ്ങൾ ആരോഗ്യകരമായി സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, കോപിഷ്ഠരായിരിക്കുന്ന മനുഷ്യരോടുള്ള സഹവർത്തിത്വവും അവരോടുള്ളതായിരിക്കുന്ന ബന്ധവും നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അങ്ങനെ ചെയ്താൽ നല്ല സ്വഭാവങ്ങൾ വെളിപ്പെടുത്തുന്ന ക്രിസ്തീയമായിരിക്കുന്ന സൗമ്യതയും ശാന്തതയോടും കൂടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം, സഹവർത്തിത്വം നമ്മൾ നിലനിർത്തിയാൽ നമ്മുടെ ജീവിതത്തെയും അത് സ്വാധീനിക്കും. നമുക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണയും ഒക്കെ നമുക്ക് ലഭിക്കും. കോപശീലനോട് സഹിത്വമരുതെന്നാണ്, ക്രോധമുള്ള മനുഷ്യനോടുകൂടെ നടക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവന്റെ വഴികളെ പഠിക്കാനും നിന്റെ പ്രാണൻ കെണിയിൽ അകപ്പെടാനും സംഗതി വരുമെന്നാണ്. അപ്പോ അങ്ങനെയുള്ള ആളുകളിൽ നമുക്ക് അകന്ന് നിൽക്കുന്നതും ഇതിനൊരു പരിഹാരമാണ്, അതിനൊരു പരിഹാരമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, നമ്മൾ കോപത്തിൽ വീണുപോയാൽ അത് സമ്മതിച്ച് ദൈവസന്നിധിയിൽ ഉടനെ തന്നെ ഏറ്റുപറയുകയും അത്തരം പാപങ്ങളിൽ വീഴാതിരിക്കാനുള്ള തീരുമാനങ്ങൾ ദൈവസന്നിധിയിൽ എടുക്കുകയും ചെയ്യുക എന്നുള്ളതും പാപത്തെ ജയിക്കുവാൻ നമുക്ക് സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയമുള്ളവരെ, അനിയന്ത്രിതമായിരിക്കുന്ന കോപം സഭകളുടെ മധ്യത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഭീഷണിപ്പെടുത്താനും അടിക്കാനും ചാടി എഴുന്നേൽക്കാനും അതുപോലെ എന്തെല്ലാം അപവാദങ്ങൾ പറയാനും ഒന്നും ഒരു മടിയില്ലാത്ത വിധത്തിൽ വികാരങ്ങളുടെ മേൽ ഒരു നിയന്ത്രണവുമില്ലാതെ പല രീതിയിലും പ്രവർത്തിക്കാനും പ്രതികരിക്കാനും ഇടയായിത്തീരും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ സൗമ്യമായി ശാന്തമായി നമുക്ക് പ്രതികരിച്ചിട്ട് പരിഹരിക്കാൻ പറ്റുന്നിടത്തോളം കാര്യങ്ങൾ പരിഹരിച്ചാൽ മതിയാവും. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റൊരു നിലയിൽ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, നല്ല ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളൊരു കാര്യവും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുന്ന എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഭിന്നതകളും ചൂടേറിയ വാഗ്വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ പലപ്പോഴും എന്താണ്, മോശമായിരിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നതിലേക്ക് ആളുകളെ നയിക്കും. പലപ്പോഴും ഇങ്ങനെയുള്ള വാദപ്രതിവാദങ്ങളുടെ സമയത്തൊക്കെ നമ്മുടെ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയാതെ വരും. നമ്മുടെ രക്തം പലപ്പോഴും അങ്ങ് തിളയ്ക്കും, ആകെ അങ്ങ് ചൂടാവും. അതിലും ഭയങ്കരമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്,
നമ്മുടെ വായ, നമ്മുടെ നാവ് സർവനാശത്തിനുമുള്ള ഒരു ആയുധമായിട്ട് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. കോപത്തെയും നാവിനെയും നിയന്ത്രിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ ഭിന്നതയെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല. വിയോജിപ്പുകളെ ശരിയായ നിലയിൽ നേരിടാൻ നമുക്ക് സാധിക്കുകയില്ല. യാക്കോബ് അതുകൊണ്ട് 3-ാം അധ്യായത്തിൽ മുഴുവൻ പറഞ്ഞത് അതാണ്, നാവിനെ കടിഞ്ഞാണണമെന്നാണ്. ഹൃദയം നിറഞ്ഞുകഴിയുന്നതാണ് വായു സംസാരിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞല്ലോ. കയ്പും വിദ്വേഷവും പകയും പിണക്കവും ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ നാവിൽ നിന്ന് സ്വാഭാവികമായ അങ്ങനെയുള്ള വാക്കുകളെ പുറത്തേക്ക് വരികയുള്ളൂ. അതിന് പകരം സ്നേഹവും സമാധാനവും ഐക്യവും സൗമ്യതയും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അധരങ്ങളും അതിനനുസരിച്ചുള്ള വാക്കുകൾ മാത്രമേ പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ. യാക്കോബ് പറഞ്ഞു, ഭക്തരാണ് എന്ന് നിരൂപിക്കുകയും നാവിനെ നിയന്ത്രിക്കാതിരിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകൾ സ്വയം വഞ്ചിക്കുകയാണെന്ന് പറഞ്ഞു. ഭക്തനാണെന്ന് വെറുതെ സ്വയം നടിക്കുകയാണ്, തന്നെ വഞ്ചിക്കുകയാണ്. ഭക്തനല്ലാതിരിക്കുക ഭക്തനാണെന്ന് കാണിക്കുകയാണ്. അപ്പൊ നാവും ഭക്തിയും തമ്മിൽ എന്തോ ഒരു വലിയ ബന്ധമാണ് ദൈവത്തിന്റെ വചനത്തില് നമ്മൾ വായിക്കുന്നത്. അപ്പൊ നമ്മുടെ സംസാരം അതും വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സംഭാഷണം കേൾപ്പാൻ വേഗതയും സംസാരിപ്പാൻ താമസവും ഉള്ളവനായിരിക്കട്ടെ എന്ന് യാക്കോബ് പറയുന്നു. മനുഷ്യന്റെ ഹൃദയത്തിലെ ആലോചന അത് ആഴമുള്ളതാണ്. വിവേകമുള്ള പുരുഷനോ അത് കോരിയെടുക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ സംസാരം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നാണ് ഇത് പുറത്തേക്ക് വരുന്നത്. നമ്മുടെ ഹൃദയത്തില് എന്തൊക്കെയാണോ നമ്മൾ നിറച്ചു വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചാണ് ഏത് പ്രതികൂലത്തിലും നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകള് പുറത്തേക്ക് വരുന്നത്. അത് നമുക്ക് കാണാം. നമ്മുടെ ഹൃദയത്തിൽ ആത്മസ്വഭാവമാണ് വളർത്തിയെടുത്തിട്ടുള്ളതെങ്കിൽ നമ്മെ എത്രമാത്രം ഞെരുക്കിയാലും ഭീഷണിപ്പെടുത്തിയാലും എത്രമാത്രം പുറത്തുനിന്ന് സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും യോഗ്യമല്ലാത്ത ഒരു വാക്കും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുവാൻ ഇടയാവുകയില്ല. അതാണ് ദൈവത്തിന്റെ വചനത്തില് നമ്മോട് പറഞ്ഞിരിക്കുന്നതായ സത്യം എന്ന് പറയുന്നത്. ശരിയായ വാക്കുകൾ ഉപയോഗിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുക. മുറിപ്പെടുത്തുന്ന വാക്കുകൾ, അങ്ങനെയുള്ളതായിരിക്കുന്ന പദപ്രയോഗങ്ങൾ നമ്മുടെ സംഭാഷണത്തിൽ വരാതിരിക്കുക. അപമാനകരമായിരിക്കുന്ന നിലയിൽ സംസാരിക്കാതിരിക്കുക. ഏഷണിയും നുണയും പറഞ്ഞു വരുത്താതിരിക്കുക. കൃപയോടുകൂടെ സംസാരിക്കുക. മറ്റുള്ളവർക്ക് ആത്മീക പ്രചോദനവും ഉത്സാഹവും ശക്തിയും ഉണ്ടാകുന്ന വിധത്തിലുള്ളതായിരിക്കുന്ന വാക്കുകൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്താൽ നമ്മുടെ ബന്ധങ്ങളൊക്കെ ആരോഗ്യകരമായി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വ്യക്തിബന്ധങ്ങൾ ശരിയായാൽ നമ്മുടെ ഈ ലോകത്തിലെ സാമൂഹ്യ ബന്ധങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ബന്ധങ്ങളായി മാറും. സഭാബന്ധവും ശരിയാവും. ദൈവത്തോടുള്ള ബന്ധം ശരിയാകുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണവുമാണ് യഥാർത്ഥത്തിൽ സഹോദരന്മാരോടുള്ളതായിരിക്കുന്ന ബന്ധം എന്ന് പറയുന്നത്. സഹോദരന്മാരോടുള്ള ബന്ധം അങ്ങനെയാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നാണ് സഹോദരന്മാരോടുള്ള ബന്ധവും ശരിയായി വരുന്നത്. സഹോദരന്മാരോട് ബന്ധം ശരിയാകാതെ ദൈവത്തോട് ബന്ധം ശരിയാവുമോ? ഇല്ല. ജഡ സ്വഭാവങ്ങളും ജഡത്തിന്റെ ചിന്തകളും ജഡത്തിന്റെ വ്യാപാരങ്ങളും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ട് സഹോദരന്മാരെ പല വിധത്തിലുള്ളതായിരിക്കുന്ന പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ദൈവത്തോടുള്ള ബന്ധവും നഷ്ടമാവുന്നു, സഹോദരന്മാരോടുള്ള ബന്ധവും നഷ്ടമാവുന്നു, സഭയിലുള്ളതായിരിക്കുന്ന ബന്ധങ്ങളും നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അത് സംഭവിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ഏറെ ശ്രമിക്കേണ്ടത്. പ്രിയമുള്ളവരെ, വിശ്വാസികൾ തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം ആരോഗ്യകരമായി സൂക്ഷിക്കുവാൻ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഉപദേശപരമായിരിക്കുന്ന വിയോജിപ്പുകളും പ്രായോഗിക ജീവിതത്തിലെ ഏത് വിയോജിപ്പുകളും നാം കൈകാര്യം ചെയ്യുമ്പോൾ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ എത്ര ഉന്നതമായ ഉപദേശം പഠിപ്പിച്ചിട്ടും കാര്യമില്ല. നമ്മൾ ഏത് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിച്ചാലും അത് പ്രയോജനമാവുകയുമില്ല. വലിയവനായിരിക്കുന്ന ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മളൊക്കെ പരിമിതികളുള്ളവരും
നമ്മളൊക്കെ ബലഹീനമായിരിക്കുന്ന ജഡത്തിൽ വസിക്കുന്നവരുമാണ്. ദൈവത്തിന്റെ സഹായം കൂടാതെ വിജയകരമായി അന്യോന്യമുള്ള ബന്ധം, ദൈവത്തോടുള്ള ശരിയായിരിക്കുന്ന ബന്ധം, ശരിയായിരിക്കുന്ന സഭാജീവിതം അനുഗ്രഹീതമായി നയിക്കുവാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. വലിയവനായ ദൈവം വരുന്ന നാളുകളില് നമ്മിൽ വസിക്കുന്ന ദൈവാത്മാവിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ ജീവിക്കാൻ ഉള്ള ആ ഒരു താല്പര്യത്തോടും ആഗ്രഹത്തോടും സമർപ്പണത്തോടും കൂടെ നമുക്ക് ജീവിക്കാം. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒന്നും നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നൊന്നും ഉറപ്പില്ല. പക്ഷെ പരിഹരിക്കാൻ കഴിയുന്നിടത്തോളം ആത്മസ്വഭാവത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചു പോകാൻ കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതവും മറ്റുള്ളവരുടെ ക്രിസ്തീയ ജീവിതവും അനുഗ്രഹമായിട്ട് തീരും. വലിയവനായിരിക്കുന്ന ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ കൃപയാല് വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു സെഷനായിരുന്നു ഇപ്പോൾ നാം കേട്ടത്. ശരിയായിരിക്കുന്ന വ്യക്തിബന്ധങ്ങളിലൂടെ ദൈവസഭയുമായും ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നാം കേൾക്കുകയായിരുന്നു. ലളിതമായി വിശദമായി ദൈവവചന അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത പ്രിയപ്പെട്ട ജോസഫ് പനച്ചി ബ്രദറിനോടുള്ള നന്ദി കർത്താവിന്റെ നാമത്തിൽ അറിയിക്കട്ടെ. കേൾവിക്കാരായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് പ്രയോജനമായി തീർന്നു എന്ന് തന്നെ വിശ്വസിക്കട്ടെ.